5 എടുക്കുന്നവർക്ക് 3, 20 എടുക്കുന്നവർക്ക് 4 അഡീനിയം ഫ്രീ ആയിരിക്കും. ഗ്രാഫ്റ്റഡ് അഡീനിയം തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഈ ഓഫർ ഇനിയും 20 വരെ മാത്രം, അതായത് ജൂൺ 20 വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഓഫർ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഓർഡർ ചെയ്തവർക്ക് ഇനി അയക്കുകയുള്ളൂ. അപ്പോൾ ആരും അത് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നു, എന്നയക്കുന്നു. ഒരു 15 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ ഈ അഡീനിയം എല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ ക്ഷമയുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് അയച്ചവരിൽ 1-2 പേർക്ക് കിട്ടാനുണ്ട്. അതായത് അത് അവർക്ക് മാറി ഒക്കെ പോയ അഡ്രസ്സൊക്കെ തെറ്റായി പോയതോ അങ്ങനെയൊക്കെ മാറിപ്പോയതും അങ്ങനെ മറന്നുപോയതുമായ ചില ഓർഡറുകളുണ്ട്. അതെല്ലാം അവരിപ്പോൾ അയക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് അത് അറിയുന്നത് അയച്ചിട്ടില്ല എന്ന്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ഞാൻ ട്രാക്കിംഗ് ID അയച്ചു തന്നാൽ ദയവ് ചെയ്ത് പിറ്റേന്ന് തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് വിളിച്ച് ബഹളം ഉണ്ടാക്കരുത്. കാരണം അത് ട്രാക്ക് ആക്ടിവേറ്റ് ആയെങ്കിൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ. ട്രാക്കിംഗ് ID അയച്ചു തന്നൊരു 3-4 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ശേഷം മാത്രം നോക്കുക. ട്രാക്കിംഗ് ID ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് നിങ്ങളുടെ ഓർഡറുകൾ ആ അഡ്രസ്സിൽ പാക്ക് ചെയ്യുന്നത്. അല്ലാതെ പാക്ക് ചെയ്തതിന് ശേഷം ട്രാക്കിംഗ് ID ഉണ്ടാക്കുകയല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ ദയവ് ചെയ്ത് ട്രാക്കിംഗ് ID കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അത് ആക്ടിവേഷൻ ആവുകയുള്ളൂ. അതും മെയിൻ ഹബ്ബിൽ എത്തിയതിന് ശേഷം മാത്രമേ അത് കാണിക്കുകയുള്ളൂ എവിടെ എത്തിയെന്ന്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശനിയും ഞായറും ഒക്കെ ട്രാക്കിംഗ് ID ആക്ടിവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അത് പിക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കും. അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഇതുവരെ എൻ്റെ അഡീനിയം അവിടെ നിന്ന് എടുത്തിട്ടില്ല, അത് ചീത്തയായി പോകും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒത്തിരി പേർക്ക് ഇതുവരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാനൊന്നും തട്ടിക്കാനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ പൈസയും അതുപോലെ ആവശ്യമില്ല. കാരണം ഞാൻ പലരും വിചാരിക്കുന്നു നിങ്ങൾ അയച്ചു തരുന്ന 700 രൂപ അല്ലെങ്കിൽ 800 രൂപ എനിക്ക് എടുക്കാനാണെന്നാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തുച്ഛമായ ഒരു പൈസ മാത്രമേ എനിക്ക് എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു ഗിഫ്റ്റുകളാണ് കൂടുതലായിട്ടും അയച്ചു തരാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ പൈസ ആദ്യമേ തന്നെ ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി മനസ്സിലാക്കുക. ഒത്തിരി പേർ പറയുന്നുണ്ട് നമ്മുടെ പൈസ നിങ്ങളെടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പൈസകൾ കറക്റ്റിന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഓർഡർ കൊടുക്കുന്നതും അവർക്ക് അയച്ചു കൊടുക്കുന്നതുമാണ്. അല്ലാതെ ഞാനത് കയ്യിൽ വെച്ചിരിക്കുകയോ ഞാൻ ചിലവാക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റുകളുടെ സൈസ് വരുന്നത്. നിങ്ങൾ കിട്ടുമ്പോൾ ചെറിയ പ്ലാന്റായിട്ട് തോന്നുന്നത് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അല്ലാതെ ചെറിയ പ്ലാന്റുകളൊന്നും അല്ല. നിങ്ങൾ നട്ട് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ വരുന്നതാണ്. അല്ലാതെ ചെറിയ പ്ലാന്റ് എന്നൊന്നും നിങ്ങൾ പറയരുത്. കാരണം ഇലകളൊക്കെ പോകുമ്പോൾ അത് ചെറിയ പ്ലാന്റ് ആയിട്ട് തോന്നുന്നതാണ്.